മുതിർന്നവരും എല്ലാവരും പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കാലിലെ മസിൽസ് കോച്ചി പിടിക്കുക എന്ന് പറയുന്നത്. മസിൽ ഉരുണ്ട് കയറുക അല്ലെങ്കിൽ മസിൽ ക്രാംസ് എന്നൊക്കെ പറയുന്ന പ്രശ്നം. നമ്മുടെ കാലിലെയും കയ്യിലെയൊക്കെ മസിൽസ് ചുരുങ്ങുകയും വികസിക്കുകയും അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നടക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമുക്ക് ക്രാംസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ മസില് ചുരുങ്ങിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അതിന് റിലാക്സ് ആവാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ വലിഞ്ഞു മുറുകിയ തരത്തിലുള്ള ഒരു വേദന അനുഭവപ്പെടുന്നത്. ഇത് വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഡീഹൈഡ്രേഷൻ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുന്നതാണ് ഒരു കാരണം. മറ്റൊരു കാരണം നമ്മുടെ ഈ മസിൽസിന് വരുന്ന ഓവർ എക്സേർഷൻ ആണ്. അതായത് നമ്മൾ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ വേദന ഉണ്ടാവാം. ആ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വേറൊന്ന്, നമ്മൾ അധികം അനങ്ങാതൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്തും ഇത്തരത്തിൽ വേദന ഉണ്ടാവാം. എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ചുകൾ, അതായത് ഒരുപാട് തണുപ്പ് ഒരുപാട് ചൂടൊക്കെ വരുന്ന സമയത്തും ഇത്തരത്തിൽ ഈ ഒരു മസിൽ പെയിൻ ഉണ്ടാവാം. ചിലപ്പോൾ മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ മിനറൽസ് നമ്മുടെ ബോഡിയിൽ കുറവാണെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. ഇത്തരത്തിൽ വേദന വരുന്ന സമയത്ത് ഈ ഒരു മസിലിനെ മസാജ് ചെയ്യുന്നതിലൂടെയും അതിനോടൊപ്പം തന്നെ ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും ഒക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ചു കൊടുക്കുന്നതിലൂടെയും പിന്നെ ഈ മസിലിനെ പതുക്കെ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിലൂടെയൊക്കെ ഈ ഒരു വേദന നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വേദന വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വേണം എക്സസൈസിലേക്ക് കിടക്കാൻ. കുട്ടികളാണെങ്കിൽ അവർ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേയും അതിനുശേഷവും ഒക്കെ പ്രോപ്പറായിട്ട് അവർ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറിനെ കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റ് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്.